Good morning, students. At the university question, show that f of z equal to z square is analytic everywhere and find its derivative. The December 2020 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസ് ചോദിച്ച ചോദ്യം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എഫ് ഓഫ് ഇസഡ് എന്നുള്ള ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് പോയി. ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി. എന്താണ് കോഷി റീമാൻ ഇക്വേഷൻസ്? CR ഇക്വേഷൻസ്. കോഷി റീമാൻ ഇക്വേഷൻസ് എന്താണ്? ux is equal to vy. ഫസ്റ്റ് കോഷി റീമാൻ ഇക്വേഷൻ. രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ എന്താണ്? uy is equal to minus vx. ഈ രണ്ടാണ് കോഷി റീമാൻ ഇക്വേഷൻസ്. ഈ രണ്ട് കോഷി റീമാൻ ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ we can say that the given function is analytic. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ f of z equal to z square എന്നാണ്. z എന്ന് പറഞ്ഞാൽ എന്താണ്? z എന്ന് പറഞ്ഞാൽ x plus i y എന്നാണ്. അപ്പോൾ നമ്മൾ z ന് പകരം x plus i എടുക്കും. x plus i the whole square. ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? x square plus i y the whole square plus I into 2x a square plus b square plus 2ab. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x square plus i by the whole square plus i into 2xy എന്ന് പറഞ്ഞാൽ എന്താണ്? x square i square എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. അപ്പോൾ -y square plus i into 2x. അതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? f of z. f of z എന്ന് പറയുന്നത് എന്താണ്? f of z എന്ന് പറയുന്നത് u plus i ആണ്. അപ്പോൾ u plus i നമുക്ക് എന്ത് കിട്ടും? x square minus y square plus i into 2x. ഇതിൽ u എന്താണ്? u എന്ന് പറയുന്നത് x square minus y square ആണ്. v എന്ന് പറയുന്നത് എന്താണ്? 2xy ആണ്. When we equating real and imaginary part, we get real part u is equal to x square minus y square, v is equal to 2x. ബാക്കി തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്തത് എന്താണ്? തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നിന്നും റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും നമ്മൾ തിരിച്ചെടുത്തു. ഇമേജിനറി റിയൽ പാർട്ട് എന്താണ്? u എന്നുള്ളത് എന്ത് കിട്ടി? നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടി. v എന്നുള്ളത് എന്ത് കിട്ടി? 2xy. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ കോഷി റീമാൻ ഇക്വേഷൻസ് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ കോഷി റീമാൻ ഇക്വേഷൻ ചെയ്യാനായിട്ട് ഇവിടെ u എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പോ ux ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 2x. ഇനി ഇതിനെ നമ്മൾ y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴോ -2y. അപ്പൊ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടും. y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2y. ഇനി ഇതിനെ നമ്മൾ അപ്പൊ ഇതാണ് നമുക്ക് കിട്ടും. ഇനി അടുത്ത് v എന്നുള്ളത് എന്താണെന്ന് നോക്കാം. v എന്താണ്? 2xy എന്നാണ്. v എന്നുള്ളത് 2xy ആണ്. v എന്ന ഫംഗ്ഷനെ നമ്മൾ ആദ്യം x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ vx നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? vx എന്ന് പറഞ്ഞാൽ 2y. അതുപോലെ vy എന്നുള്ള എന്ത് കിട്ടും നോക്കിയേ? y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 2x. അപ്പൊ ux കിട്ടി, uy കിട്ടി, vx കിട്ടി, vy കിട്ടി. ഇനി നമ്മുടെ കോഷി റീമാൻ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ux is equal to vy ആണ്. ഇവിടെ ux എന്താണ്? 2x ആണ്. vy എന്താണ്? 2x ആണ്. അപ്പോൾ ഫസ്റ്റ് കോഷി റീമാൻ ഇക്വേഷൻസ് പ്രൂവ്ഡ്. ഈ രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ എന്താണ്? uy is equal to -vx എന്നാണ്. ഇവിടെ uy എന്താണെന്ന് നോക്കിയേ? -2y ആണ്. vx എന്താണ്? 2y ആണ്. -2. രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻസും പ്രൂവ്ഡ്. Therefore both the Cauchy Riemann equations are proved. Therefore the given function f of z is equal to z square is analytic. Therefore both Cauchy Riemann equations, both CR equations are proved. Therefore f of z is equal to z square is analytic.
രണ്ട് Cauchy Riemann equation നമ്മൾ പ്രൂവ് ചെയ്തു. Therefore f of z equal to z square is analytic. Therefore ഈ രണ്ട് Cauchy Riemann equation സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഫസ്റ്റ് Cauchy Riemann equation എന്താ കിട്ടിയേ? ux is equal to vy കിട്ടി. രണ്ടാമത്തെ Cauchy Riemann equation എന്താ കിട്ടിയേ? uy is equal to minus vx കിട്ടി. Therefore given function f of z equal to z square is analytic. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. f dash z കണ്ടുപിടിക്കണം. f dash z കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? f dash z is equal to ux plus ibx എന്നാണ്. ഈ ux എന്താണ്? ux എന്ന് പറയുന്നത് 2x ആണ്. i into vx എന്ന് പറയുന്നത് എന്താണ്? 2y ആണ്. ഇതിൽ നിന്ന് എന്ത് പുറത്തെടുക്കാം? നമുക്ക് 2 നമുക്ക് പുറത്തെടുക്കാം. 2 പുറത്തെടുത്താൽ ബാക്കി എന്ത് കിട്ടും? x plus iy വരും. ഇത് നമുക്ക് എന്ത് എഴുതാം? 2 into x plus iy എന്താണ്? 2z. Therefore f dash z ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2z കിട്ടി. ഡെറിവേറ്റീവ് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്താ കിട്ടിയത്? f dash z 2z കിട്ടി. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഈ ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്തു. ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്തേ? രണ്ട് Cauchy Riemann equations ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ux equal to vy എന്ന് തെളിയിച്ചു, ഒരു uy equal to minus vx തെളിയിച്ചു. അതിന് നമ്മൾ എന്താണ് ചെയ്തത്? f of z equal to z square, z ന് പകരം x plus iy കൊടുത്തു. അത് എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം f of z എന്ന് പറയുന്നത് u plus iv ആണ്. ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമേജിനറി പാർട്ട്, രണ്ട് വശത്തുള്ള റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്തു. അങ്ങനെ ഇക്വേറ്റ് ചെയ്തപ്പോ യുവിന്റെ വാല്യൂ x സ്ക്വയർ മൈനസ് y സ്ക്വയർ കിട്ടി, വിയുടെ വാല്യൂ 2xy കിട്ടി. അതിനുശേഷം യു എന്ന ഫംഗ്ഷനെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു, y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ബോത്ത് കേസിലും പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. യു എന്ന ഫംഗ്ഷനെ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു, യു എന്ന ഫംഗ്ഷനെ y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ b എന്ന ഫംഗ്ഷനെ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു, y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? vx കിട്ടി, vy കിട്ടി. അതിനുശേഷം Cauchy Riemann equation നോക്കി. ഫസ്റ്റ് Cauchy Riemann equation എന്താണ്? ux is equal to vy. ux equal to v, 2x equal to x. ഫസ്റ്റ് Cauchy Riemann equation ഓക്കെ. രണ്ടാമത്തെ Cauchy Riemann equation എന്താണ്? uy is equal to minus vx ആണ്. അതും രണ്ടാമത്തെ Cauchy Riemann equationsഉം ഓക്കെ. Therefore രണ്ട് Cauchy Riemann equationsഉം സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാം, എന്ത് പറയാം? തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of z equal to z square is analytic. ഫസ്റ്റ് സ്റ്റേജ് ഇസ് ഓവർ. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? നമുക്ക് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ്? f dash z is equal to ux plus ibx. ux നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ ആൻസർ എന്താണ്? 2x ആണ്. vx നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ ആൻസർ എന്താണ്? 2y ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? രണ്ടിൽ നിന്ന് 2 നമ്മൾ പുറത്തെടുത്തു. 2 into x plus iy. x plus iy എന്ന് പറഞ്ഞാൽ എന്താണ്? z ആണ്. അപ്പോൾ 2z. അതായത് f of z equal to z square എന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താണ്? f dash z എന്താണ്? 2z. ഓക്കെ. അപ്പോൾ ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. ഇത് 2015 സ്റ്റുഡൻസിനോടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എല്ലാവരും നോട്ട് ചെയ്തു.